പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 25ഓളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എല്ലാവരും ഇത് കേട്ട് പഠിക്കുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കുമല്ലോ. ഇനി നമുക്ക് നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: യോഹന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആര് കേട്ടതായി കർത്താവ് അറിഞ്ഞു? ഓപ്ഷൻ എ ഫരിസേയർ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി സമരിയാക്കാർ. ഉത്തരം ഓപ്ഷൻ എ ഫരിസേയർ. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഓപ്ഷൻ എ യോഹന്നാൻ 4:21, ഓപ്ഷൻ ബി യോഹന്നാൻ 4:22, ഓപ്ഷൻ സി യോഹന്നാൻ 4:23. ഉത്തരം യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 4, 22 വാക്യം. മൂന്നാമത്തെ ചോദ്യം: യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഓപ്ഷൻ എ യേശുവും നിക്കോദേമോസും, ഓപ്ഷൻ ബി യേശുവും സമരിയാക്കാരിയും, ഓപ്ഷൻ സി യേശുവിൻ്റെ സാക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ബി യേശുവും സമരിയാക്കാരിയും. നാലാമത്തെ ചോദ്യം: യേശു സമരിയായിലെ ഏത് പട്ടണത്തിലാണ് എത്തിയത്? ഓപ്ഷൻ എ യൂദ, ഓപ്ഷൻ ബി കഫർനാം, ഓപ്ഷൻ സി സിക്കാർ. ഉത്തരം ഓപ്ഷൻ സി സിക്കാർ. അഞ്ചാമത്തെ ചോദ്യം: യാക്കോബിൻ്റെ കിണർ സ്ഥിതി ചെയ്തിരുന്ന പട്ടണം ഏത്? ഓപ്ഷൻ എ സമരിയ, ഓപ്ഷൻ ബി സിക്കാർ, ഓപ്ഷൻ സി ഗലീലി. ഉത്തരം ഓപ്ഷൻ ബി സിക്കാർ. ആറാമത്തെ ചോദ്യം: യേശു ഗലീലിയിൽ വന്നപ്പോൾ ആരാണ് അവനെ സ്വാഗതം ചെയ്തത്? ഓപ്ഷൻ എ ഗലീലിയക്കാർ, ഓപ്ഷൻ ബി പട്ടണവാസികൾ, ഓപ്ഷൻ സി യോഹന്നാൻ്റെ ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ എ ഗലീലിയക്കാർ. ഏഴാമത്തെ ചോദ്യം: രാജസേവകൻ ഏത് ദേശക്കാരനായിരുന്നു? ഓപ്ഷൻ എ ഗലീലി, ഓപ്ഷൻ ബി കഫർനാം, ഓപ്ഷൻ സി യൂദയ. ഉത്തരം ഓപ്ഷൻ ബി കഫർനാം. എട്ടാമത്തെ ചോദ്യം: അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ യേശു രാജസേവകനോട്, ഓപ്ഷൻ ബി യേശു രാജസേവകൻ്റെ പുത്രനോട്, ഓപ്ഷൻ സി യേശു ശിഷ്യന്മാരോട്. ഉത്തരം ഓപ്ഷൻ എ യേശു രാജസേവകനോട്. ഒൻപതാമത്തെ ചോദ്യം: യേശു പറഞ്ഞ വചനം വിശ്വസിച്ചു പോയി ആര്? ഓപ്ഷൻ എ സമരിയാക്കാരി സ്ത്രീ, ഓപ്ഷൻ ബി നിക്കോദേമോസ്, ഓപ്ഷൻ സി രാജസേവകൻ. ഉത്തരം ഓപ്ഷൻ സി രാജസേവകൻ. പത്താമത്തെ ചോദ്യം: പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി വന്നത് ആര്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി ആളുകൾ, ഓപ്ഷൻ സി ഭൃത്യന്മാർ. ഉത്തരം ഓപ്ഷൻ സി ഭൃത്യന്മാർ. 11ാമത്തെ ചോദ്യം: ഏത് മണിക്കൂറിലാണ് പനി വിട്ടുമാറിയത്? ഓപ്ഷൻ എ 7-ാം മണിക്കൂർ, ഓപ്ഷൻ ബി 10-ാം മണിക്കൂർ, ഓപ്ഷൻ സി 6-ാം മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ എ 7-ാം മണിക്കൂർ. 12ാമത്തെ ചോദ്യം: യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏതാണ്? ഓപ്ഷൻ എ വെള്ളം വീഞ്ഞാക്കി, ഓപ്ഷൻ ബി രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തിയത്, ഓപ്ഷൻ സി കുരുടന് കാഴ്ച നൽകിയത്. ഉത്തരം ഓപ്ഷൻ ബി രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തിയത്. 13ാമത്തെ ചോദ്യം: 4-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളും എത്ര വാക്യങ്ങളുമുണ്ട്? ഓപ്ഷൻ എ 2 ശീർഷകങ്ങളും 54 വാക്യങ്ങളും, ഓപ്ഷൻ ബി 2 ശീർഷകങ്ങളും 50 വാക്യങ്ങളും, ഓപ്ഷൻ സി 3 ശീർഷകങ്ങളും 54 വാക്യങ്ങളും. ഉത്തരം ഓപ്ഷൻ എ 2 ശീർഷകങ്ങളും 54 വാക്യങ്ങളും. 14ാമത്തെ ചോദ്യം: ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ യോഹന്നാൻ 4:25, ഓപ്ഷൻ ബി യോഹന്നാൻ 4:26, ഓപ്ഷൻ സി യോഹന്നാൻ 4:24. ഉത്തരം ഓപ്ഷൻ എ യോഹന്നാൻ 4:25. 15ാമത്തെ ചോദ്യം: യാക്കോബിൻ്റെ മകൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി ജോസഫ്, ഓപ്ഷൻ സി അന്ത്രയോസ്. ഉത്തരം ഓപ്ഷൻ ബി ജോസഫ്. 16ാമത്തെ ചോദ്യം: സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ വന്ന സമയം ഏതായിരുന്നു? ഓപ്ഷൻ എ 9-ാം മണിക്കൂർ, ഓപ്ഷൻ ബി 10-ാം മണിക്കൂർ, ഓപ്ഷൻ സി ഏകദേശം 6-ാം മണിക്കൂർ. ഉത്തരം
ഓപ്ഷൻ സി ഏകദേശം 6 മണിക്കൂർ. 17ാമത്തെ ചോദ്യം, യേശു എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻ എ സമരിയാക്കാരി സ്ത്രീയോട്, ഓപ്ഷൻ ബി ശിഷ്യന്മാരോട്, ഓപ്ഷൻ സി പത്രോസിനോട്. ഉത്തരം ഓപ്ഷൻ എ സമരിയാക്കാരി സ്ത്രീയോട്. 18ാമത്തെ ചോദ്യം, ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാൻ എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ പട്ടണത്തിൽ, ഓപ്ഷൻ ബി കടയിലേക്ക്, ഓപ്ഷൻ സി ഗ്രാമത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ പട്ടണത്തിലേക്ക്. 19ാമത്തെ ചോദ്യം, യോഹന്നാൻ 4:20 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ ഉൽപ്പത്തി 11:29, ഓപ്ഷൻ ബി നിയമാവർത്തനം 11:29, ഓപ്ഷൻ സി ഏശയ്യ 11:29. ഉത്തരം ഓപ്ഷൻ ബി നിയമാവർത്തനം 11:29. 20ാമത്തെ ചോദ്യം, അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തിയപ്പോൾ എന്ത് കണ്ടിട്ടാണ് അത്ഭുതപ്പെട്ടത്? ഓപ്ഷൻ എ അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടിട്ട്, ഓപ്ഷൻ ബി രോഗികളെ സുഖപ്പെടുത്തുന്നത് കണ്ടിട്ട്, ഓപ്ഷൻ സി പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ടിട്ട്. ഉത്തരം ഓപ്ഷൻ എ അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടിട്ട്. 21ാമത്തെ ചോദ്യം, യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ യേശു എവിടെയാണ് ഇരുന്നത്? ഓപ്ഷൻ എ കിണറിൻ്റെ കരയിൽ, ഓപ്ഷൻ ബി മരത്തിൻ്റെ ചുവട്ടിൽ, ഓപ്ഷൻ സി ദേവാലയത്തിൽ. ഉത്തരം ഓപ്ഷൻ എ കിണറിൻ്റെ കരയിൽ. 22ാമത്തെ ചോദ്യം, സമരിയാക്കാരി സ്ത്രീ കുടം വെച്ചിട്ട് എവിടേക്കാണ് പോയത്? ഓപ്ഷൻ എ പട്ടണത്തിലേക്ക്, ഓപ്ഷൻ ബി വീട്ടിലേക്ക്, ഓപ്ഷൻ സി ഗലീലയിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ പട്ടണത്തിലേക്ക്. അടുത്ത ചോദ്യം, ആരുടെ സാക്ഷ്യം മൂലമാണ് പട്ടണത്തിലെ സമരിയായിൽ അനേകർ അവനിൽ വിശ്വസിച്ചത്? ഓപ്ഷൻ എ ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം, ഓപ്ഷൻ ബി ബെത്സദായിലെ രോഗിയെ കണ്ടിട്ട്, ഓപ്ഷൻ സി രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തിയതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ലാത്തത്? ഓപ്ഷൻ എ യേശു, ഓപ്ഷൻ ബി പ്രവാചകൻ, ഓപ്ഷൻ സി സ്നാപക യോഹന്നാൻ. ഉത്തരം ഓപ്ഷൻ എ യേശു. എവിടെ വെച്ചാണ് യേശു വെള്ളം വീഞ്ഞാക്കിയത്? ഓപ്ഷൻ എ സമരിയായിലെ കാനായിൽ വെച്ച്, ഓപ്ഷൻ ബി ഗലീലയിലെ കാനായിൽ വെച്ച്, ഓപ്ഷൻ സി ജെറുസലേമിലെ കാനായിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി ഗലീലയിലെ കാനായിൽ വെച്ച്. അങ്ങനെ 25 ക്വസ്റ്റ്യൻസാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും നന്നായി പഠിച്ച് ഒരുങ്ങുക. താങ്ക് യു സോ മച്ച്.